ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടി തൻ മകുടമായി മനുഷ്യനെയും തൻ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൻ വഴിയിൽ ചരിച്ചിടാതെ ജീവിച്ചിടാൻ ദൈവം തന്റെ ജനതയ്ക്കു നൽകി മോശയിലൂടെ 10 കൽപ്പനകൾ. അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിച്ച കർത്താവാം ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ടാകരുതേ. ഇതല്ലോ സീനായിൽ അഗ്നി തൻ നടുവിൽ മോശയ്ക്കു നൽകിയ ആദ്യ കൽപ്പന. പരിശുദ്ധനും മഹോന്നതനും അത്യുന്നതനും സർവശക്തനും സർവസ്തുതികൾക്കും യോഗ്യനുമായിടും ദൈവത്തിൻ നാമം വൃഥാ പ്രയോഗിക്കരുത്. സാബത്തിൻ ദിനം നിങ്ങൾ ആചരിച്ചിടണം. പരിശുദ്ധമായി നിങ്ങൾ ആചരിച്ചിടണം. ഇതല്ലോ 3-ാം പ്രമാണം. വാഗ്ദത്ത ഭൂമിയിൽ ഐശ്വര്യമായി ദീർഘായുസ്സോടെ ജീവിച്ചിടാൻ മാതാപിതാക്കളെ ബഹുമാനിക്കണം. വാഗ്ദാനത്തോടുള്ള 4-ാം പ്രമാണം. ജീവന്റെ ഉടയവൻ ഞാൻ മാത്രം, അതിനാൽ ഞാൻ കൽപ്പിക്കുന്നു നീ കൊല്ലരുത്. നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ നീ തന്നെ. നിന്ദേഹം ദൈവത്തിനാലയമല്ലോ, നിർമ്മലമായതു കാത്തിടേണം. വ്യഭിചാരത്താൽ അശുദ്ധമാക്കരുത്, വിശുദ്ധമായെന്നും നീ പാലിക്കണം. 6-ാം പ്രമാണം നീ കാത്തിടേണം. മോഷ്ടിക്കരുത്, നീ കള്ളസാക്ഷി പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ ലോകമോഹത്തിൻ മായയിൽ വീണു നീ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. 10 കൽപ്പനകൾ 2-ആയി സംഗ്രഹിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും കർത്താവാം ദൈവത്തെ സ്നേഹിക്കണം. നിന്നെപ്പോൾ തന്നെ നിന്നയൽക്കാരനെ എന്നെന്നും സ്നേഹിക്കണം. നിന്നെപ്പോൾ തന്നെ നിന്നയൽക്കാരനെ എന്നെന്നും സ്നേഹിക്കണം. എന്നെന്നും സ്നേഹിക്കണം.